Good evening everyone. Good evening all of you. Structure of atom in the second part. We will see types problems. Let us see few more problems. Okay. A neutral atom with atomic number greater than 1 has. So this elementary ideal and the basic ideal in the neutral atom where the atomic number is greater than 1 has. Atomic number 1 is 1 is 1 hydrogen. Hydrogen case hydrogen 3 isotopes protium is considered as neutron, proton, electrons. But for any other system, you will have protons, electrons and neutrons. So, this is one atom if it is proton and specify electrons and protons. Next question, which of the following set of quantum numbers belong to the highest energy? Hi everyone. What is the highest energy? Highest energy and especially quantum numbers n is equal to 4, L is equal to 0, n is equal to 3, L is equal to 0, n is equal to 3, L is equal to 1, n is equal to 3, L is equal to 2. Maximum energy maximum energy for n and L values given, the maximum energy will be for those orbitals with the highest n plus L value. Appa highest energy n plus L value highest ആയിരിക്കണം 4 0 4 3 0 3 3 plus 1 is 4 3 plus 2 is 5. So highest value വന്നിരിക്കുന്ന option D യിലേക്ക് നമുക്ക് പോകാം. The number of electrons in. ഇത് നമ്മുടെ structure of atom representation of elements എന്നുള്ളത് പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് structure of atom മാത്രമല്ല എൻ്റെ chemistry you should be able to identify the number of protons, electrons and neutrons. What is the number of electrons? ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദ്യം. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് 19 എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോണിന്റെ കൂടെ ഒരു ഇലക്ട്രോൺ കൂടി അഡീഷണൽ ആയിട്ട് ഇവിടെ വരും. കാരണം K-1 ആണ്. ദിസ് ഈസ് എൻ അയോൺ. നെഗറ്റീവ് അയോൺ ആയതുകൊണ്ട് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ 19ന്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്താൽ നമുക്ക് 20 ഇലക്ട്രോണുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. So your answer will be option A. What is the ratio of mass of proton and electron? ഇതൊക്കെ നിങ്ങൾക്ക് ഇവരുടെ കോൺസ്റ്റൻസിന്റെ വാല്യൂസ് അറിയാം എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. കാരണം ഇന്നലെയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ടൈപ്പിൽ റേഷ്യോസ് ഒക്കെ വരും. ആൽഫയുടെയും പ്രോട്ടോണിന്റെയും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ റേഷ്യോ. സോ അവിടെയൊക്കെ മാസ് നമുക്കറിയില്ല, നിർബന്ധമാണ്. What is the ratio of mass of proton and electron? Mass of proton to mass of electron നമ്മൾ എടുത്താൽ പ്രോട്ടോണിന്റെ മാസ് നമുക്കറിയാം 1.6725 or 673 into 10 raised to minus 27 kilogram divided by electron is 9.1 into 10 raised to minus 31 kilogram ആണ്. രണ്ടുപേരെയും കിലോഗ്രാമിലേക്ക് എടുത്തു. നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് അപ്രോക്സിമേഷൻ ഒക്കെ ചെയ്യാം. 9.1നെ ഞാൻ 10 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. സോ ദിസ് ഈസ് 10 raised to minus 30. അത് ഇവിടെ പോകുമ്പോഴേക്ക് 10 raised to 3 ആയി. സോ എനിവേ നമുക്ക് കിട്ടേണ്ടത് ഓപ്ഷൻ ബി ആയിരിക്കും. അത് ആക്ച്വലി 1840 or 1837 എന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കാം. അറൗണ്ട് 1840 വരും. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. Which of the following does not contain number of neutrons equal to that of argon 1840? ഇതാണ് ചോദ്യം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. Which of the following does not contain number of neutrons equal to that of? അപ്പോൾ നമുക്കൊരു റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുന്നത്? The number of neutrons is equal to atomic mass number minus atomic number, right? അപ്പോൾ ആർഗണിന്റെ കേസിൽ മാസിൽ നിന്ന് വലുതെന്ന് ചെറുത് കുറച്ചാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും, which is equal to 22. ശരിയല്ലേ? പൊട്ടാഷ്യത്തിന്റെ കേസിൽ 41 minus 19 ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 19 30 22. സ്കാൻഡിയത്തിന്റെ കേസിൽ 43 minus 21 ചെയ്യുന്നു. അപ്പോൾ 21 30 അല്ലേ 31 41 22 കിട്ടി. സ്കാൻഡിയത്തിന്റെ കേസിൽ 40 minus 21 ചെയ്യുന്നു. അത് 19 വരുള്ളൂ. കാൽഷ്യത്തിന്റെ കേസിൽ 42 minus 20 ചെയ്യുമ്പോൾ 22 വരും. സോ നമുക്ക് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ആരായിരിക്കും? ഡിഫറൻസ് 22 വരാത്ത ആള് ഓപ്ഷൻ സി ആണ്. സോ സി ഈസ് യുവർ ആൻസർ. ദി ഹൈഡ്രൈഡ് അയോൺ ദാറ്റ് ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത്. ഐസോ ഇലക്ട്രോണിക് എന്ന ടേം നമ്മൾ വളരെ പരിചിതമായിരിക്കുന്ന ടേം ആയിരിക്കണം. ഐസോ ഇലക്ട്രോണിക്കിൻ സ്പീഷീസിന്റെ അതായത് കാര്യങ്ങളൊക്കെയാണ് ബോർ മോഡൽ നമുക്ക് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. അതെ അബ്ജ. അപ്പോൾ ഹൈഡ്രൈഡ് അയോൺ ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത്. ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് H- അയോൺ ആണ്.
ഹൈഡ്രജന് നമുക്ക് ഒരു ഇലക്ട്രോൺ ആണുള്ളത്, H മൈനസ് എന്ന് പറയുമ്പോഴേക്ക് അവിടെ 2 ഇലക്ട്രോണുകൾ ഉണ്ടാവും. അപ്പൊ H പ്ലസിൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ H പ്ലസിൽ 0 ഇലക്ട്രോൺ ആണ്, അത് പ്രോട്ടോൺ മാത്രമാണ്. He പ്ലസ് ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, He പ്ലസിൽ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഹീലിയത്തിൽ നമുക്ക് 2 ഇലക്ട്രോണുകൾ ഉണ്ട്. ബെറിലിയം എന്ന് പറയുന്നത് 4 ഇലക്ട്രോൺ വരുന്ന സിസ്റ്റമാണ്. സോ യുവർ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി. സി ആണ് നമുക്കതിൽ ആൻസർ ആയിട്ട് വരിക. റെഡി? വിച്ച് ഓർബിറ്റൽ ഓഫ് കാർബൺ can absorb photon but not emit? ഈ കുറെ ഓർബിറ്റലുകളെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. കാർബൺ ആറ്റത്തിന്റെ കുറെ എനർജി ലെവലുകൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഏത് എനർജി ലെവലിനാണ് അല്ലെങ്കിൽ ഏത് ഓർബിറ്റലിനാണ് അബ്സോർപ്ഷൻ മാത്രം പെർമിറ്റഡ് ആയത്? അയാൾക്ക് അബ്സോർപ്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, എമിഷൻ ചെയ്യാൻ വേണ്ടിയുള്ള വകുപ്പ് അതിനില്ല. അതാരായിരിക്കും? ആലോചിച്ച് നോക്കണം. നമ്മുടെ കയ്യിൽ ആറ്റംസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഒരാൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് മേലേക്ക് വരും. എമിറ്റ് ചെയ്യുമ്പോൾ അവർ ലോവർ എനർജിയിലേക്ക് വരും. സോ ദി ട്രാൻസിഷൻ ഈസ് ഹാപ്പനിങ് ബൈ അബ്സോർപ്ഷൻ ഓർ എമിഷൻ ഓഫ് എനർജി. On absorbing, what is happening? Absorption will always makes the electron to jump to the higher energy level. Emission ചെയ്താൽ ഉള്ള സ്ഥലത്തുനിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരണം. സോ വെൻ യു കൺസിഡർ ഹിയർ 1s 2s 3p 2pയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഷെല്ലിലുള്ളവർക്ക് എമിറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഫസ്റ്റ് ഷെല്ലിലുള്ളവർക്ക് അബ്സോർബ് ചെയ്ത് മേലേക്ക് വരാനേ പറ്റുള്ളൂ. എമിറ്റ് ചെയ്ത് താഴേക്ക് വരാൻ താഴെ ലെവലുകളില്ല. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ഡെഫിനിറ്റ്ലി 1s. നല്ല ചോദ്യമാണ്. അപ്പോൾ 1sന് ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ് ഫോർ എമിഷൻ, ഇറ്റ് ക്യാൻ ഓൺലി അബ്സോർബ് എന്ന് നമുക്ക് പറയാം. വെരി ഗുഡ്. ബ്രാക്കറ്റ് സീരീസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ദ ഇലക്ട്രോൺസ് ഫ്രം ദി ഔട്ടർ ഓർബിറ്റ് ജംപ്സ് ടു. ദിസ് ഈസ് സച്ച് എൻ ഈസി ക്വസ്റ്റ്യൻ. ഈവൻ 2024 JEEക്കും വന്നിരിക്കുന്ന ചോദ്യം ഇത് തന്നെയായിരുന്നു. നിങ്ങൾക്ക് മാച്ച് ചെയ്യാനാണ് ഓരോ ട്രാൻസിഷനും പേരും അതിൻ്റെ റീജിയണും. അപ്പൊ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ ബ്രാക്കറ്റ് ആണ്. സോ ലെയ്മാൻ ഫസ്റ്റ് ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യും. ലെയ്മാൻ ബാൽമർ പാഷൻ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 4ാമത്തെ ഓർബിറ്റിലേക്ക് 4ാമത്തെ ഷെല്ലിലേക്കുള്ള ജമ്പിങ് ആയിരിക്കും. റൈറ്റ്? ചോദ്യം: ദി ഫസ്റ്റ് എമിഷൻ ലൈൻ ഇൻ ദി അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ഇൻ ദ ബാൽമർ സീരീസ് അപ്പിയേഴ്സ് അറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒന്ന് ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലായി, ബാൽമർ സീരീസ് ആണെന്ന് മനസ്സിലായി, ഫസ്റ്റ് ലൈൻ ആണെന്ന് മനസ്സിലായി. ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ബാൽമർ എന്ന് പറയുന്നത് 2ാമത്തെ ഷെല്ലിലേക്കുള്ള ജമ്പിങ് ആണ്. ഫസ്റ്റ് ലൈൻ മീൻസ് 3 to 2 ട്രാൻസിഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേവ് നമ്പർ ആണ്. സോ വേവ് നമ്പർ ഡ്യൂറിങ് എ ട്രാൻസിഷൻ ഈസ് RHZ² 1/n1² - 1/n2² വിച്ച് ഈസ് ഈക്വൽ ടു RH-ന് R എന്ന് എഴുതിയാൽ മതി. ഹൈഡ്രജൻ ആയതുകൊണ്ട് Z² 1 ആണ്, ഇൻറ്റു 1/n1² - 1/n2². സോ ദിസ് ഈസ് R ഇൻറ്റു 9 - 4 എത്രയാ? 5/4 × 9 36. ഇത്രയും സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് നമുക്ക് വരേണ്ടത്. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. റൈറ്റ്? 5R/36 സെന്റിമീറ്റർ ഇൻവേഴ്സ് നമുക്ക് കിട്ടും. In hydrogen spectrum, which of the following lies in the wavelength range of 350 to 700 nanometer? അത് നമ്മൾ പഠിക്കേണ്ട വേവ് ലെങ്ത്തിന്റെ റേഞ്ച് ആണ്. 350 തൊട്ട് 750 വരെ അല്ലെങ്കിൽ 300 to 700 വരെ നാനോമീറ്റേഴ്സ് വരുന്നത് വിസിബിൾ റീജിയൻ ആണ്. റൈറ്റ്? സോ ദാറ്റ് ഈസ് എ വേവ് ലെങ്ത് റേഞ്ച് ഓഫ് എ വിസിബിൾ റീജിയൻ. ആ വിസിബിൾ റീജിയനിൽ വരണമെങ്കിൽ ഹൈഡ്രജന്റെ ഏത് സീരീസ് ആയിരിക്കണം? ഹൈഡ്രജൻ സ്പെക്ട്രത്തില് ലെയ്മാൻ ആവരുത്, ലെയ്മാൻ UV ആണ്. ഇറ്റ് ഷുഡ് ബി ബാൽമർ ബിക്കോസ് ഇത് വിസിബിൾ റീജിയനെ കറസ്പോണ്ടിങ് ആണ്. വിസിബിൾ റീജിയന് കറസ്പോണ്ടിങ് ആണ്. അടുത്തത്, ഇൻ എ ഹൈഡ്രജൻ ആറ്റം ദി എനർജി ഓഫ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് -3.4 ഇലക്ട്രോൺ വോൾട്ട്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ്. സെക്കൻഡ് ഷെല്ലിന്റെ എനർജി തന്നിരിക്കുന്നു. ഫൈൻഡ് ഔട്ട് ദി കൈനറ്റിക് എനർജി ഓഫ് ദ സെയിം ഓർബിറ്റ്. അതേ ഓർബിറ്റിന്റെ, അതേ ഹൈഡ്രജൻ ആറ്റത്തിലുള്ള അതേ ഓർബിറ്റിന്റെ കൈനറ്റിക് എനർജി എന്താണ്? അപ്പൊ കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, അറിയണം. നമുക്കറിയാം നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ നേരെ സൈന് വെച്ച് നോക്കിയാൽ മൈനസ് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ബൈ 2. റൈറ്റ്? ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന റിലേഷൻ. അതുകൊണ്ട് -3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഒരാളുടെ എനർജി എങ്കിൽ +3.4 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിന്റെ എനർജി. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ യു വിൽ ഗെറ്റ് ഓപ്ഷൻ എ. ആയിരിക്കും നമുക്ക് കിട്ടുക.
അപ്പോൾ ആ റിലേഷൻ നല്ല പക്കയാക്കുക എല്ലാവരും. ഇൻ ദ ബോർസ് ഓർബിറ്റ് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ? കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ്. വെരി സിമ്പിൾ. അത് നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് -1 ആണല്ലേ. വാട്ട് ഈസ് ദ റേഷ്യോ? ഇറ്റ് വിൽ ബി -1. റെഡി. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് യെസ്, നമ്മൾ ബോർ മോഡൽ പഠിക്കുമ്പോൾ ഇന്നലെ നമ്മൾ കുറേ ബോർ മോഡലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു. ഈ ബോർ മോഡൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റുലേറ്റ്സുകളൊക്കെ നല്ല വശം ഉണ്ടാവണം. ദി ആംഗുലർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഈസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ആംഗുലർ മൊമെന്റം MVR is integral multiple of h by 2 pi. So that should be integral multiple of h by 2 pi. Direct question. What is the orbital angular momentum of an electron in 2s orbital? നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബോർ മോഡലിൽ ആംഗുലാർ മൊമെന്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് വന്നപ്പോൾ നമുക്ക് ഓർബിറ്റൽ എന്ന കോൺസെപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഓർബിറ്റൽ വിച്ച് ഈസ് ഡെസിഗ്നേറ്റഡ് ഓർ വിച്ച് ഈസ് ഗിവൺ ബൈ യുവർ അസിമുതൽ ക്വാണ്ടം നമ്പർ L. ഈ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു h by 2 pi root of L into L plus 1, right? Where L is the azimuthal quantum number. So when you have 2s orbital, s orbitalനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന L വാല്യൂ 0 ആണ്. അപ്പോൾ L വാല്യൂ 0 ആണെങ്കിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഷുഡ് ബി 0. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ ആംഗുലാർ മൊമെന്റവും ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റവും വരുമ്പോഴുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അക്കോർഡിംഗ് ടു ബോർസ് തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം, which of the following is quantized for an electron? ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് ആയിരിക്കുന്ന വാല്യൂസ് മാത്രമേ പെർമിറ്റഡ് ആവുന്നുള്ളൂ. അത് ആർക്കായിരുന്നു? ഓൺലി ഡെഫിനിറ്റ് മൾട്ടിപ്പിൾസ് മാത്രം ഓർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2 pi ഒക്കെ വന്നിരിക്കുന്നത് ആംഗുലാർ മൊമെന്റത്തിലാണ്. ആംഗുലാർ മൊമെന്റം ഈസ് ക്വാണ്ടൈസ്ഡ് എന്നാണ് നമ്മൾ അതിൽ പറയാം. According to Bohr theory, the energy required for the transition of hydrogen atom from n is equal to 6 to n is equal to 8. നമ്മുടെ കയ്യിൽ ആറാമത്തെ ഷെല്ലിൽ ഒരാളുണ്ട്. അങ്ങനെ 6th ഷെല്ലിൽ നിന്ന് 8th ഷെല്ലിലേക്കുള്ള ട്രാൻസിഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിനുള്ള എനർജി is equal to the energy required for the transition from n is equal to 5 to 6. അഞ്ചാമത്തെ ഷെല്ലിൽ നിന്ന് ആറാമത്തെ ഷെല്ലിലേക്കുള്ള ട്രാൻസിഷനോടാണോ ഈക്വൽ ആവുക? ആലോചിച്ച് നോക്ക്. എനർജി ഫോർ 5 to 6 ആൻഡ് എനർജി ഫോർ 6 to 8 or equal to the energy required for the transition from 7 to 9. ഇത്രയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ആലോചിച്ച് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ബിക്കോസ് യു നോ ദാറ്റ് നമ്മുടെ എനർജി ലെവൽസ് എല്ലാം ന്യൂക്ലിയസിനോട് അടുത്തിരിക്കുന്ന എനർജി ലെവൽസിന്റെ ഗ്യാപ്പ് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലും സെക്കൻഡ് ഷെല്ലും തമ്മിൽ നല്ല ഗ്യാപ്പിലാണല്ലേ. സെക്കൻഡും തേർഡും തമ്മിൽ ഗ്യാപ്പ് കുറച്ച് കുറഞ്ഞു. സോ വെൻ യു മൂവ് അവേ ഫ്രം ദ ന്യൂക്ലിയസ് ദ എനർജി ലെവൽസ് ആർ കമ്മിങ് ക്ലോസർ. അതുകൊണ്ട് വലിയ ഗ്യാപ്പ് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് വലിയ ഗ്യാപ്പാണ്. 5 to 6 എന്ന് പറയുന്നത് വലിയ ഗ്യാപ്പാണ്. സോ ഡെഫിനറ്റ്ലി ദി എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ 5 to 6 വിൽ ബി ഗ്രേറ്റർ ദാൻ 6 to 8. അതുകൊണ്ട് 6 to 8ലേക്കുള്ള എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എയിൽ കൺസിഡർ ചെയ്ത 5 to 6ലേക്കുള്ള ട്രാൻസിഷനേക്കാളും കുറവാണ്. അവിടെ കൂടുതൽ നല്ലല്ലോ, കുറവ് എന്നല്ലേ നമ്മൾ പറയേണ്ടത്. അത് നിങ്ങൾക്കിനി പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദി എനർജി ട്രാൻസിഷൻ. കാരണം ഡെൽറ്റ ഇ എനർജി ചേഞ്ച് ഡ്യൂറിങ് എ ട്രാൻസിഷൻ ഇസ് ഈക്വൽ ടു RH(Z²) 1/n1² - 1/n2². അപ്പൊ എനർജി തീരുമാനിക്കുന്നത് ഇയാളാണ്. 1/n1² - 1/n2². അത് ചെയ്തു നോക്കാം. അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ 1/n1², 1/36 - 1/64 വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഏതിനാണ് ഹൈ വരുന്നതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. റെഡി? ഓക്കെ. ദ റേഷ്യോ ഓഫ് അയോണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആൻഡ് ബെറിലിയം. അയോണൈസേഷൻ എനർജി വി നോ ദാറ്റ് അയോണൈസേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ്. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നതും ബോർ മോഡൽ നമ്മൾ പഠിക്കുന്നതെല്ലാം 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ കേസുകളാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ പൊതുവെ ഫസ്റ്റ് ഷെല്ലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ N1 ആണെന്നൊക്കെ അറിയാം. ആൻഡ് ഓൾസോ അയോണൈസേഷൻ എൻതാൽപ്പി ഈസ് പ്രൊപ്പോർഷണൽ ടു Z². അപ്പോൾ രണ്ടുപേരെ കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ ഹൈഡ്രജൻ ടു ബെറിലിയത്തിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ സ്ക്വയർ ബൈ ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ സ്ക്വയർ ആണ്, വിച്ച് ഈസ് 1:16, റൈറ്റ്?
Your answer will be option D. D ആയിരിക്കും നമുക്കതിൽ ആൻസർ ആയിട്ട് കിട്ടുക. 1:1 ആണോ വരിക? അല്ലടാ, Z-നാണ് നമ്മൾ പ്രൊപ്പോർഷണൽ ആയിട്ട് പറയേണ്ടത്. ഓക്കെ. വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ മോഷൻ. വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ മോഷൻ. അപ്പോൾ എൻ്റെ കയ്യിൽ വേവ് ലെങ്ത് ഉണ്ട്, ഇലക്ട്രോൺ മോഷൻ ആണ്. ആൻഡ് ഇലക്ട്രോൺസ് ആ പാർട്ടിക്കിൾസിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ് ലെങ്ത് ഈസ് ഗിവൺ ബൈ ഡി ബ്രോഗ്ലി ഇക്വേഷൻ വെർ ലാംഡ ഈസ് ഈക്വൽ ടു h/mv. നമ്മൾ ആ ഇക്വേഷനിലേക്കൊക്കെ വന്നു. അപ്പോൾ വേവ് ലെങ്ത് ഇൻക്രീസസ് വിത്ത് സ്പീഡ് ആണോ? അല്ല, സ്പീഡുമായിട്ട് വെലോസിറ്റിയുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. റിമെയിൻസ് സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നതായിരിക്കും നമുക്ക് കുറെ കൂടി ശരിയായിട്ട് പറയാൻ പറ്റുക. ക്വസ്റ്റ്യൻ. അതെ അതിൽ യെസ്. അപ്പോൾ Z² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നേരത്തെ കൊടുത്തിരിക്കുന്നതിൽ n സെയിം ആണല്ലോ, കാരണം റിമൂവൽ നമ്മൾ എപ്പോഴും എനർജി എന്ന് പറയുന്നത് Z²/n² ആണ്, അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ n സെയിം ആണ്. ഫസ്റ്റ് ഷെല്ലിൽ നിന്നാണ് റിമൂവ് ചെയ്യുക. The uncertainty in the momentum of an electron is. മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി തന്നിരിക്കുന്നു. It is 1 × 10⁻⁵ kilogram meter per second, which is in the SI unit. The uncertainty in its position. പൊസിഷൻ്റെ അൺസർട്ടനിറ്റി പറയണം. സോ നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ ഓർമ്മിക്കുന്നു. Delta x into delta p is equal to h/4π or delta x is equal to h/4π delta p. വേഗം ചെയ്തോളൂ. What is your answer? 6.626 × 10⁻34. എല്ലാവരും SI യൂണിറ്റിലായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് h/4π എന്ന് പറയുന്നത് 0.528 × 10⁻34 ആ. 0.528 × 10⁻34 ആണ്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി നമ്മൾ ചെയ്താൽ മതി. ഡെൽറ്റ പി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5.28 × 10⁻30 റൈറ്റ്. അത്രയും മീറ്റർ. SI യൂണിറ്റിലായതുകൊണ്ട് മീറ്ററിലായിരിക്കും വരേണ്ടത്. യുവർ ആൻസർ വിൽ ബി സി ആണ് നമുക്കതിൽ ആൻസർ ആയിട്ട് വരിക. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഷോർട്ട് ട്രിക്കുകളൊക്കെ നമുക്ക് എപ്പോഴും ആലോചിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഫോർ എനി ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദി അൺസർട്ടനിറ്റി യു നീഡ് ടു നോ h/4π. വെദർ ഇറ്റ് ഈസ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, മൊമെൻറ്റം ഓർ വെലോസിറ്റി, h/4π അവിടെ ഉണ്ടാവും. അപ്പോൾ h/4π ഇത് പഠിക്കുന്നത് നല്ലതായിരിക്കും. The uncertainty in the position of an electron moving with a velocity നമുക്ക് തന്നിരിക്കുന്നു. Accurate up to 0.011% will be. ഇതാണ് ചോദ്യം. So delta x is equal to h/4π m delta v ചെയ്യണം. Because delta x into delta v is equal to h/4π m. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ. h/4π ഇക്വേഷൻസ് ഡയറക്ട്ലി കൊടുക്കാം. മാസ് ഓഫ് ഇലക്ട്രോൺ ഓൾറെഡി നമുക്ക് ഗ്രാമിലാണ്. SI യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് എടുക്കാം, കിലോഗ്രാം. വെലോസിറ്റി നമ്മൾ എടുക്കുന്നു. വെലോസിറ്റിയിൽ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന വെലോസിറ്റി ഇൻറ്റു ഇറ്റ്സ് ആക്യുറസി നമ്മൾ ചെയ്യണം. അപ്പോഴാണ് അതിൽ അൺസർട്ടനിറ്റി നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് 3 × 10⁻4. സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്ക് ആക്കാൻ 10⁻² കൊടുത്തു. ഇൻറ്റു ഇത്രയും. ഇത് ആക്ച്വലി എന്താണ്? ദിസ് ഈസ് 11 × 10⁻3/100 അല്ലേ? ഇതിനെ ഞാൻ എഴുതേണ്ടത് ഇറ്റ് ഈസ് ആക്ച്വലി 0.011/100 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 11 × 10⁻5. സോ ദിസ് ഈസ് യുവർ ഐഡിയ. ആൻസർ എത്രയാണ് വരുന്നത് നോക്കുക. ഓക്കെ, ഇതിനെ 10 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ 10⁻4 ആണ് ഉണ്ടാവുക. ഇത് 10⁻7 വന്നു. അത് ഇവിടുന്ന് 10⁻3 ആയി. സോ 10⁻1 നമുക്കതിൽ ബാക്കിയായി. ഇതിനെ വേണമെങ്കിൽ 10 ആയിട്ട് കൊടുക്കാം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി 10 മേലേക്ക് വന്ന 10⁻2 ആവും. 0.52/3 എന്ന് പറയുന്നത് 0.17 ആയിരിക്കും. 175 × 10⁻2 അല്ലേ നമുക്ക് വരുന്നത്? ആ 10ന്റെ പവേഴ്സ് നമ്മൾ മാറ്റി 10ന്റെ പവേഴ്സ് മാറ്റി മേലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്രയും സെന്റിമീറ്റേഴ്സ് ആയിരിക്കും വരിക. യെസ്. സോ യുവർ ആൻസർ ഹിയർ വിൽ ബി ഓപ്ഷൻ സി. 0.175 × 10⁻4 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സി ആണ് ആൻസർ വരുന്നത്.
So that is your idea. So h/4π നമ്മൾ ചെയ്യുന്നു. h/4πയുടെ വാല്യൂസ് നിങ്ങൾക്ക് പഠിക്കാം, ഇലക്ട്രോണിൻ്റെ പഠിക്കാം. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത്, ഇഫ് യു ആർ ടേക്കിംഗ് h/4πയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് SI യൂണിറ്റിലാണ്. സോ അത് SI യൂണിറ്റിൽ എടുത്ത് കൺവേർഷൻ ചെയ്യാം. അസിമുതൽ ക്വാണ്ടം നമ്പർ ഡിറ്റർമിൻസ്. അസിമുതൽ ക്വാണ്ടം നമ്പർ എന്തിനാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? വിച്ച് ഈസ് L. L എന്ന് പറയുന്നത് സൈസ്, സ്പിൻ, ഓറിയന്റേഷൻ, ആംഗുലാർ മൊമെന്റം ഓഫ് ഓർബിറ്റൽ. സൈസ് നമുക്ക് പറഞ്ഞു തരുന്നത് n ആണ്. കാരണം ഇഫ് ഇറ്റ് ഈസ് 1, 2, 3, 4, 5 ഇതായിരിക്കും നമുക്ക് വരിക. കേട്ടോ? അതെ, അതിലുണ്ട്. അത് ചെയ്യുമ്പോൾ ഓപ്ഷൻ സി കിട്ടും കേട്ടോ. ഓക്കെ, ഫൈനലി നമുക്ക് ഓപ്ഷൻ സി അത്രയും സെന്റിമീറ്റേഴ്സ് കിട്ടും. ഓക്കെ, സി ദിസ് ക്വസ്റ്റ്യൻ. അസിമുതൽ ക്വാണ്ടം നമ്പർ ഡിറ്റർമിൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൈസ് തീരുമാനിക്കുന്നത് ഒബ്വിയസ്ലി യുവർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. 1, 2, 3, 4 എന്ന് പറയുമ്പോൾ സൈസ് വലുതാവും. സ്പിൻ ഈസ് ഡിസൈഡഡ് ബൈ സ്പിൻ ക്വാണ്ടം നമ്പർ ഡെഫിനറ്റ്ലി. അപ്പോൾ സ്പിന്നും വരൂല, അത് നമുക്ക് സ്പിൻ ക്വാണ്ടം നമ്പർ ആണ് ആവശ്യം. ഓറിയന്റേഷൻ തീരുമാനിക്കുന്നത് വെദർ ഇറ്റ് ഈസ് along the axis or in between the axis എന്നൊക്കെയുള്ള ഓറിയന്റേഷൻ is decided by actually magnetic quantum number, right? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂസ് ആണ് അതിന്റെ ഓറിയന്റേഷൻസ് നമുക്ക് തീരുമാനിച്ചു തരുന്നത്. ഇത് ആക്ച്വലി നമുക്ക് പറഞ്ഞു തരുന്നത് സബ് ഷെല്ലിനെ പറ്റിയോ സബ് എനർജി ലെവലിനെ പറ്റിയോ അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റലൊക്കെയാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. സോ ഇറ്റ് ആക്ച്വലി determines L gives the quantized values of angular momentum of orbital. കാരണം angular momentum is equal to h/2π into root of L into L plus 1. അപ്പോൾ അതിന് നമുക്ക് L വാല്യൂ നിർബന്ധമാണ്. അസിമുതൽ ക്വാണ്ടം നമ്പർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. when the value of azimuthal quantum number L is equal to 2. azimuthal quantum number L is equal to 2 ആകുമ്പോൾ വാല്യൂ ഓഫ് n എന്തായിരിക്കും? 3 ആണോ, 4 ആണോ, 5 ആണോ, എനി ഓഫ് ദീസ് ആണോ? യെസ്, അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂ എപ്പോഴും 0 to n-1 വരെയാണ് പറ്റുക. അതായത് എന്നിനേക്കാളും കുറവായിരിക്കണം. അപ്പോൾ 0 to 2 എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ ക്യാൻ ബി ഹയർ. അപ്പോൾ എന്നിന്റെ വാല്യൂ 3 ആകാം, 4 ആകാം, 5 ആകാം. എനി ഓഫ് ദീസ് വിൽ ബി ഫൈൻ അല്ലേ? ബിക്കോസ് എല്ലിന്റെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ n. അപ്പോൾ L 2 ആണെങ്കിൽ എന്നിന്റെ വാല്യൂ മിനിമം 3 ആയിരിക്കണം, മാക്സിമം 3 ആവാം. മിനിമം ഇറ്റ് ഷുഡ് ബി 3. റെഡി. അടുത്ത നോക്കുക. ദി വാല്യൂസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് n, L and m ഫോർ ദ 5th ഇലക്ട്രോൺ ഓഫ് ബോറോൺ. ബോറോണിന്റെ 5th ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂസ് ആണ് നമ്മൾ പറയേണ്ടത്. ബോറോൺ ആണ്. ബോറോൺ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഈസ് 5, 1s2, 2s2, 2p1 അങ്ങനെയല്ലേ നമ്മൾ എഴുതുക. അതിൽ ലാസ്റ്റ് വരുന്ന ഇലക്ട്രോൺ, 5ാമത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ടു ദ p ഓർബിറ്റൽ. 2ാമത്തെ ഷെല്ലായതുകൊണ്ട് n2 ആണ്. p ഓർബിറ്റൽ ആയതുകൊണ്ട് എല്ലിനെ നമ്മൾ 1 എന്ന് വിളിക്കണം. അപ്പോഴേ ക്യാൻസർ ആയി കഴിഞ്ഞു. n2ഉം L1ഉം വന്ന് m-1 0 + 1 അല്ലേ, ഏതുമാകാം. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കേസ്. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n? ഓർബിറ്റൽസിന്റെ എണ്ണമാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n തന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇഫ് n is equal to n² will give you the orbital. അങ്ങനെയാണ് ഫസ്റ്റ് ഷെല്ലിൽ ഓരോ ഓർബിറ്റൽ s മാത്രമായത്. സെക്കൻഡ് ഷെല്ലിലേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്താൽ 2² എന്ന് എഴുതി 4 കിട്ടി. ശരിയാ, ഒരു s 3 p ഉണ്ടായിരുന്നു. തേർഡ് ഷെൽ എടുത്തപ്പോഴേക്ക് n² ചെയ്തപ്പോൾ നമുക്ക് 9 എണ്ണം കിട്ടി. ഒരു s 3 p 5 d ഉണ്ടായിരുന്നു. 4 എടുത്തപ്പോൾ 4² is equal to 16 കിട്ടി. ഒരു s 3 p 5 d ആൻഡ് 7 f. അപ്പോൾ ഇതാണ് നമുക്ക്, ഇറ്റ് ഈസ് ആക്ച്വലി n². അപ്പം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഫോർ എ ഗിവൺ n വാല്യൂ, ഒരു n വാല്യൂ തന്നാൽ അതിനകത്ത് വരുന്ന മാക്സിമം ഓർബിറ്റലുകളുടെ എണ്ണമാണ് n² പറഞ്ഞു തരിക. അപ്പം ആ ഷെല്ലിലുള്ള മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം എന്തായിരിക്കും? 2n² ആയിരിക്കും. ഓർബിറ്റലുകൾ n² ആണെങ്കിൽ മാക്സിമം ഇലക്ട്രോൺ 2n² അല്ലേ? കാരണം 2 ഇലക്ട്രോൺ ആണ് ഓരോ ഓർബിറ്റലിൽ വരിക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യം നോക്കണേ. വാട്ട് ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ആൻ ആറ്റം ഇൻ വിച്ച് ദി ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ ഈസ് 4?
ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 ആകുന്ന ഒരാളുടെ കേസിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകൾ പോയിട്ടുണ്ടാവും? മാക്സിമം എത്ര ഇലക്ട്രോണുകൾ പോയിട്ടുണ്ടാവും? ഇതാണ് ചോദ്യം. 4ൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളിക്കാന്നല്ല. What is the maximum number of electrons if the highest principal quantum number is 4? അപ്പോൾ 4 വരെ പോകാം. നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഓഫ് ദ പ്രിൻസിപ്പിൾ പ്രകാരം 1s ആദ്യം ഫില്ല് ചെയ്യും, പിന്നെ 2s 2p 3s 3p 4s 3d ഫില്ല് ചെയ്ത് 4p ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് 5s ആ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഹയസ്റ്റ് ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 വരുന്നത് ഇതോടെ സ്റ്റോപ്പായി. പിന്നെ നമുക്ക് 4f ഒക്കെ വരുമെങ്കിലും അതിൻ്റെ ഇടയിൽ 5 ഒക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. സോ വെൻ യു ഹാവ് എൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ മാക്സിമം 4 വന്നിരിക്കുന്ന കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതണം. ശരിയല്ലേ? അപ്പം 1sൽ 2 ഇലക്ട്രോൺ ആണ്, 2s 2pയും കൂടി 2 2 2 6 2 6 2 10 6. സോ വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? ഇതെല്ലാം കൂടി നമുക്ക് 10ആയി, 20ആയി, 30ആയി, 6 36. യുവർ ആൻസർ ഷുഡ് ബി 36. യുവർ ആൻസർ ഷുഡ് ബി 36. ഇവിടെ നിങ്ങൾ അതാണ് അതിലെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണോ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഞാൻ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഉടനെ അത് ഇടാനുള്ള കാരണം ഇതാ, നമ്മളോട് എന്നാമത്തെ ഷെല്ലിൽ 4ാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ മാക്സിമം കൊള്ളുമെന്ന് ചോദിച്ചാൽ, അഥവാ n=4 മാത്രം വരുന്ന എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് 4n² പറയാം. ഐ മീൻ 2n² നമുക്ക് പറയാം. 4n² അല്ല, 2n² പറയാം. എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഷെല്ലിൽ s ഓർബിറ്റലും p ഓർബിറ്റലും d ഓർബിറ്റലും f ഓർബിറ്റലുകളുമായിട്ട് 16 ഓർബിറ്റലുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ മാക്സിമം 32 ഇലക്ട്രോണുകൾ എന്ന് കൊടുക്കാം. ഇവിടെ ഓപ്ഷനിൽ 32 ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സേഫ് ആയത്. ഇത് ഇൻറ്റിജർ ടൈപ്പ് ചോദ്യമാണെങ്കിൽ നമ്മൾ അവിടെ പെട്ടു. അപ്പം 4ാമത്തെ ഷെല്ലിൽ മാത്രം എത്ര ഓർബിറ്റലുകൾ ഉൾക്കൊള്ളിക്കാന്ന് ചോദിച്ചാലാണ് 2n² വാലിഡ് ആവുന്നത്. ഒരു പെർട്ടിക്കുലർ എനർജി ലെവൽ തന്നിട്ട് അതിൽ എത്ര ഇലക്ട്രോൺ മാക്സിമം കൊള്ളുമെന്നുള്ളത്. പക്ഷെ ഇവിടെ 4ാമത്തതിൽ എത്രയാന്നല്ല ചോദ്യം, മാക്സിമം 4 വരുന്നിടത്ത് എത്രയാന്നാ ചോദിക്കുന്നത്. സോ ദെൻ യു ഹാവ് ടു കൺസിഡർ ദിസ് ഇസ് എൻ എലിമെന്റ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ബീങ് ഫിൽഡ് അക്കോർഡിംഗ് ടു ദി ഓഫ് ദ പ്രിൻസിപ്പിൾ. അപ്പം അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കിതിൽ കിട്ടേണ്ടത് 36 ആണ്. അപ്പോൾ അതിൽ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് വന്നിരിക്കുന്ന രീതിയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് പോസിബിൾ ഫോർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? ഒരു ക്വാണ്ടം നമ്പർ തന്നാൽ നമുക്ക് അതിലുള്ള ഓർബിറ്റൽസ് n² വെച്ച് പറയാം. അതാ ക്വാണ്ടം നമ്പേഴ്സിന് മാത്രം. ഓക്കെ, ഫോർ എ എഫ് ഓർബിറ്റൽ ദ വാല്യൂസ് ഓഫ് m are. എഫ് ഓർബിറ്റൽസ് ആണ് എടുത്തിരിക്കുന്നത്. values of m are actually decided by azimuthal quantum number. F in the case azimuthal quantum number will be 3. Therefore values of m are -3 to +3. Minus L to plus L vareyana. Your answer should be option B. What is the number of nodal planes in d orbitals? Nodal planes ennu parayunnathu angular node inde mattoru representation aanu. അപ്പോൾ നോഡ് 2 ടൈപ്പ് ഉണ്ടായിരുന്നു, റേഡിയൽ നോഡും ആംഗുലാർ നോഡും. റേഡിയൽ നോഡിനെ സ്ഫെറിക്കൽ നോഡ് എന്നും വിളിക്കും, ആംഗുലാർ നോഡിനെ നോഡൽ പ്ലെയിൻ എന്നും വിളിക്കും. അപ്പോൾ ഡി ഓർബിറ്റലിന്റെ ആംഗുലാർ നോഡ് ഓർ നോഡൽ പ്ലെയിൻ ഈസ് ഗിവൺ ബൈ എൽ വാല്യൂ. എൽ 0 ആണെങ്കിൽ എസ് ആണ്, എൽ 1 ആണെങ്കിൽ പി ആണ്, എൽ 2 ആകുമ്പോഴാണ് ഡി ആവുക. അപ്പോൾ അത് ജനറലി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതാണ് 2 പ്ലെയിനുകൾ. പോയോ? ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന 2 പ്ലെയിന്. അതിൽ തന്നെ dz² 2 പ്ലെയിൻ ഇല്ല, അതിനൊരു നോഡൽ കോൺ മാത്രമേ ഉള്ളൂ എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദി നമ്പർ ഓഫ് നോഡൽ പ്ലെയിൻസ് ഇൻ px, ഇത് തന്നെ px py pz ആണെങ്കിൽ നോഡൽ പ്ലെയിൻസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എൽ വാല്യൂ. അപ്പോൾ px എന്ന് പറയുമ്പോൾ അവിടെ ഒരു നോഡൽ പ്ലെയിനേ ഉള്ളൂ. പക്ഷെ അതങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്കറിയാം എൽ വാല്യൂ ഈസ് 1. സോ ദർ ഈസ് ഓൺലി 1 നോഡൽ പ്ലെയിൻ. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. Question: if the nitrogen atom had an electronic configuration of 1s7, nitrogen atomic number 7 ആണെന്ന് നമുക്കറിയാം, which means there are 7 electrons. If the nitrogen atom had electronic configuration 1s7, it would have energy lower than that of normal ground configuration.
നോർമലി നമ്മൾ എഴുതുന്ന 1s2 2s2 2p3യേക്കാളും എനർജി കുറവുള്ള കോൺഫിഗറേഷൻ ആണ് 1s7. കാരണം 1s എനർജി കുറവാണ്, അതുകൊണ്ട് അതിൽ തന്നെ മാക്സിമം ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്താൽ എനർജി കുറവായിരിക്കൂലേ. എനർജി കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. Because the electrons would be closer to the nucleus. ന്യൂക്ലിയസിനോട് അടുത്ത് വരാനാണ് ഇലക്ട്രോണിന് ആഗ്രഹം ഉണ്ടാവുക. Yet 1s7 is not observed. It violates. 1s7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോർമലി ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണുകൾ മാത്രമേ പറ്റുള്ളൂ. 1s7 എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേരെ നമ്മൾ വെച്ച് ചെയ്യണം. 7 പേരെ വെച്ച് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഓക്കെ, എനർജി വെച്ചിട്ടൊന്നും പ്രശ്നമില്ലെങ്കിലും ദർ ഇസ് എ പ്രോബ്ലം. യു ഹാവ് ടു റിപ്പീറ്റ് യുവർ സ്പിൻ വാല്യൂ. ആദ്യത്തെ ആളുടെ സ്പിന്ന് +½ ആണ്, മറ്റേ ആളത് -½ ആണ്. സ്പിന്നിന് 2 വാല്യൂസ് അല്ലേ പോസിബിൾ ആവുള്ളൂ. മൂന്നാമത്തെ ആൾ വീണ്ടും +½ ആയി, നാലാമത്തെ ആൾ വീണ്ടും -½ ആയി, which is not allowed in an orbital, or no 2 electrons can have same set of all 4 quantum numbers. അവരുടെ സ്പിന്ന് ഡിഫറെൻ്റ് ആയിരിക്കണം. ഒരേ ഓർബിറ്റലിൽ ഇരിക്കുന്നവരുടെ സ്പിന്ന് ഡിഫറെൻ്റ് ആയിരിക്കണം. ബട്ട് ഹിയർ ദർ വിൽ ബി റിപ്പിറ്റേഷൻ ഓഫ് ദ സ്പിൻ വിച്ച് ഈസ് നോട്ട് പെർമിറ്റഡ് ബിക്കോസ് ഇറ്റ് വയലേറ്റ്സ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്പിന്നിന് 2 വാല്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് 2 ഇലക്ട്രോണുകളെ നമ്മൾ ഒരു ഓർബിറ്റലിൽ ഫില്ല് ചെയ്യുന്നത്. സ്പിന്നിന് 2 വാല്യൂസ് ഉള്ളത് കൊണ്ട് മാത്രം. സ്പിന്നിന് 3 വാല്യൂസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഓർബിറ്റലിൽ 3 ഇലക്ട്രോണിനെ നമ്മൾ ഉൾക്കൊള്ളിച്ചേനെ. Which one of the following graph corresponds to one node? ഈ തന്നിരിക്കുന്നതിൽ 1 നോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? ആ ഗ്രാഫ് വളരെ വിസിബിൾ ആണ്. സൈ വേഴ്സസ് A0 അല്ലെങ്കിൽ റേഡിയസ് ആണ്. നമ്മൾ റേഡിയസിന് ത്രൂ ആയിരിക്കുന്ന ഓർബിറ്റൽ വേവ് ഫംഗ്ഷന്റെ ഗ്രാഫ് ആണ് വരച്ചിരിക്കുന്നത്. ആൻഡ് ഓൾവേസ് റിമെമ്പർ, നോഡ് എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രോണുകൾ ഇല്ല. ഇലക്ട്രോണുകൾ ഇല്ല എങ്കിൽ അതിൻ്റെ സൈയും സൈ സ്ക്വയറും 0 ആണ്. ഒന്നാമത്തെ കേസിൽ നമ്മുടെ ഗ്രാഫിൻ്റെ ത്രൂ ഔട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും ഗ്രാഫ് ത്രൂ ഔട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ എവിടെയും 0 വന്നിട്ടില്ല. രണ്ടാമത്തെ കേസിൽ ഇതേ നമ്മുടെ ഗ്രാഫിൻ്റെ ഇടയിൽ ഒരു 0 വന്നു. മൂന്നാമത്തതിൽ 2 സൈ 0 ആയിട്ടുണ്ട്. നാലാമത്തതിൽ എവിടെയും 0 ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു നോഡും മൂന്നാമത്തതിൽ 2 നോഡും ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി ഈസ് യുവർ ആൻസർ. സൈ ആണത്. അടുത്തൊരു ചോദ്യം നോക്കുക. ഇൻ ഹൈഡ്രജൻ ആറ്റം, if x is the radius of the first Bohr orbit, de Broglie wavelength of an electron in the third orbit is. ഹൈഡ്രജനിൽ നമ്മൾ നോർമലി R0 അല്ലെങ്കിൽ A0 എന്ന് വിളിക്കുന്നതിനെ x എന്ന് വിളിക്കുക, which is the first Bohr orbit radius. What is the wavelength of an electron in the third orbit? Wavelength of electron ആണ് കണ്ടുപിടിക്കേണ്ടത്. What is the wavelength of electron in third orbit? എങ്ങനെ ചെയ്യും? We have the equation connecting radius and wavelength. എന്താ അത്? Number of waves is equal to circumference by wavelength, or n lambda is equal to 2 pi r. ആ ഇക്വേഷൻ ഓർത്താൽ മതി. 2 pi r is equal to n lambda. ഇത് നമുക്ക് ആക്ച്വലി വന്നിരിക്കുന്നത് എന്താ? നമ്പർ ഓഫ് വേവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സർക്കംഫറൻസ് ബൈ വേവ് ലെങ്ത് ആണ്. വേവ് ഡി ബ്രോഗ്ലിയുടെയും ഹൈസൻബർഗ്സിന്റെ ഒക്കെ ഹൈപ്പോത്തസിസ് വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് വേവ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്പർ ഓഫ് വേവ്സ് കാണാനുള്ള ഇക്വേഷൻ അത്. എന്നിട്ട് നമ്പർ ഓഫ് വേവ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെല്ല് എന്ന് തന്നെ നമ്മൾ പഠിച്ചല്ലോ. റെഡി. സോ n ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. 2 പൈ r എന്ന് പറയുന്നത് r0 n²/z ആണ്. r0ക്ക് പകരം x എന്നിടണം. n²/z. ഹൈഡ്രജൻ ആറ്റം എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ട് z 1 ആണ്. ഒരെണ്ണം പോയിട്ടുണ്ട്. മൂന്നാമത്തെ ഷെല്ലിലാണ് n ഉള്ളത്. Therefore lambda is equal to 2 pi x into n, which is equal to 6 pi x, right? Your answer will be option B. B ആണ് നമുക്കിതിൽ ആൻസർ ആയിട്ട് കിട്ടുക. റെഡി? ചോദ്യം, which of the following has least de Broglie wavelength if they have some velocity? തന്നിരിക്കുന്നതൊക്കെ പാർട്ടിക്കിൾസ് ആണ്. ഇതിൽ ലീസ്റ്റ് de Broglie wavelength ആണ് ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ്. ലാംഡ ഈസ് ഈക്വൽ ടു h/mv. വെലോസിറ്റി ഒക്കെ എല്ലാത്തിനും ഒരുപോലെയാണെങ്കിൽ ലാംഡ ഈസ് ഡിസൈഡഡ് ബൈ മാസ്. ഏതിനാണോ മാസ് കൂടുതൽ അതിൻ്റെ വേവ് ലെങ്ത് കുറവാണ്.
അപ്പോൾ എൻ്റെ അടുത്ത് ലീസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറവുള്ളത് മാസ് ഏറ്റവും കൂടുതലുള്ളതിനായിരിക്കും. ഇലക്ട്രോണിൻ്റെ മാസ്, പ്രോട്ടോണിൻ്റെ മാസ്, കാർബൺ ഡൈ ഓക്സൈഡ് SO2 ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണ്, പ്രോട്ടോണും വളരെ കുറവാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 44 AMU അല്ലെങ്കിൽ 44 U ആണ്. SO2 എന്ന് പറയുമ്പോൾ സൾഫർ 32 O2 64. അപ്പോൾ SO2ൻ്റെ മാസ് കൂടുതൽ, മാസ് കൂടിയത് കൊണ്ട് തന്നെ അതിൻ്റെ വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും എന്ന് നമുക്ക് പറയാം. മാസ് കൂടിയത് കൊണ്ട് വേവ് ലെങ്ത് വളരെ കുറവാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ചോദ്യം, which of the following should be the wavelength of an electron if its mass is 9.1 into 10 raised to minus 31 kilogram and its velocity is 1/10th of that of light? അതെ ലീസ്റ്റ് എന്നായിരുന്നു ചോദ്യം. വെരി ഈസി, വേവ് ലെങ്ത് ആണ്. ഈസ് ഈക്വൽ ടു h/mv. h is 6.626 into 10 raised to minus 34. Mass is 9.1 into 10 raised to minus 31. Velocity is 1/10th of speed of light. So this is 2.2 into 10 raised to minus 11 meters. You are getting C. ഇത് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങളാണ്. റെഡി? ചോദ്യം, if de Broglie wavelength of a particle of mass m is 100 times velocity, then its value in terms of mass and Planck's constant. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്ത് അത് മാസിൻ്റെയും എച്ചിൻ്റെയും ടേമിൽ പറയണം. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു h/mv എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാസ് ഓഫ് ദി പാർട്ടിക്കിൾ 100. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് 100 ടൈംസ് വെലോസിറ്റി എന്ന് ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് λ/100 എന്നൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് ലാംഡ ഈസ് ഈക്വൽ ടു h/m ഇൻറ്റു വെലോസിറ്റിക്ക് പകരം λ/100. അപ്പോൾ ലാംഡ ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു λ/100. ലാംഡ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 h/m ഓർ ലാംഡ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 100 h/m. അഥവാ ലാംഡയെ 100ൻ്റെ സ്ക്വയർ റൂട്ട് 10 റൂട്ട് h/m എന്ന് പറയാം. ശരിയല്ലേ? യുവർ ആൻസർ ഷുഡ് ബി ബി, റൈറ്റ്? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാംഡ എന്നുള്ളത് 100 ടൈംസ് വെലോസിറ്റി ആണെങ്കിൽ ലാംഡയുടെ എക്സ്പ്രഷൻ എന്ത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ലാംഡ എന്നുള്ളത് 100 ടൈംസ് വെലോസിറ്റി ആണെങ്കിൽ ലാംഡയുടെ എക്സ്പ്രഷൻ എന്ത് എന്നുള്ളതായിരുന്നു നമ്മളോട് ചോദ്യം. റെഡി അല്ലേ? If uncertainty in position and momentum are equal, then uncertainty in velocity. Uncertainty in position and momentum are equal. Uncertainty in position ഉം uncertainty in momentum equal ആണ്. അപ്പോൾ then uncertainty in velocity എത്രയാണെന്നാണ് പറയേണ്ടത്. Or delta p square is equal to h/4 pi. Or delta p is equal to root h/4 pi, which is equal to mass into delta v. Therefore, delta v is equal to 1/m root h/4 pi, or that is equal to 1/2m root h/pi, right? രണ്ടുപേരുടെ അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും മൊമെൻറ്റോ സെയിം ആണെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പിയെ ഡെൽറ്റ പി സ്ക്വയർ എന്ന് എഴുതാം, വിച്ച് ഈസ് h/4 pi. അപ്പോൾ ഡെൽറ്റ പിയുടെ എക്സ്പ്രഷൻ കിട്ടി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി ആണ്. അപ്പോൾ ഡെൽറ്റ വി നമുക്ക് കാണാൻ പറ്റി, ഡെൽറ്റ p/m. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. നമുക്ക് ഈസിലി ആൻസർ കിട്ടി. റെഡി അല്ലേ?
അടുത്ത ചോദ്യം നോക്കാം. ദി അൺസർട്ടനിറ്റീസ് ഇൻ ദി വെലോസിറ്റീസ് ഓഫ് ടു പാർട്ടിക്കിൾസ് എ ആൻഡ് ബി. അൺസർട്ടനിറ്റീസ് ഇൻ വെലോസിറ്റീസ് നമുക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ, എയും ബിയും, ഡെൽറ്റ വി എ ആൻഡ് ഡെൽറ്റ വി ബി നമുക്ക് തന്നിരിക്കുന്നു. 0.05 ആൻഡ് 0.02. The mass of B is 5 times of mass of A. അതും പറഞ്ഞിട്ടുണ്ട്. What is the ratio of their uncertainties? Delta x. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാൻ. എടാ ലാസ്റ്റ് ചോദ്യത്തിൽ അതായത് ഇപ്പം അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും മൊമെൻറ്റും ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി. അപ്പോൾ എനിക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് എന്താ? അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ഡെൽറ്റ വി അല്ലേ. അപ്പോൾ ഡെൽറ്റ വി എന്ന് പറയുന്നത് ഡെൽറ്റ പി ബൈ എം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇല്ല, പോട്ടെ. എനിക്കിതിനെ വേണമെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എം എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇല്ല. അപ്പം ഞാൻ ഡെൽറ്റ പി അഥവാ ഡെൽറ്റ എക്സിന് പകരം മറ്റൊരു എക്സ്പ്രഷൻ എഴുതണം. എച്ച് ഒക്കെ വരുന്ന ഒരു എക്സ്പ്രഷൻ വേണം. അപ്പോഴേ എനിക്ക് ക്ലിക്ക് ആയത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4π. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് സ്ക്വയർ, കാരണം രണ്ട് ഈക്വലാ. അല്ലെങ്കിൽ ഡെൽറ്റ പി സ്ക്വയർ ആണ് എച്ച് ബൈ 4π. അപ്പോൾ പി എനിക്ക് കിട്ടി. ഡെൽറ്റ പി കിട്ടിക്കഴിഞ്ഞാൽ ബൈ മാസ് കൊടുത്താൽ പോരെ. അങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യം ചെയ്തിരിക്കുന്നത് കേട്ടോ. റെഡി, കം ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി അൺസർട്ടനിറ്റി ഇൻ ദെയർ പൊസിഷൻ ആണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ പ്രകാരം ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4π എം ഡെൽറ്റ വി. ഈ എച്ച് ബൈ 4π എന്നുള്ളത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് തീരുമാനിക്കുന്നത് 1 ബൈ മാസ് ഇൻറ്റു ഡെൽറ്റ വി ആയിരിക്കും. അഥവാ ഡെൽറ്റ എക്സ് ഓഫ് എ ബൈ ഡെൽറ്റ എക്സ് ഓഫ് ബി എന്ന് പറയുന്നത് മാസ് ഓഫ് ബി ഇൻറ്റു ഡെൽറ്റ വി ഓഫ് ബി ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ ഇൻറ്റു ഡെൽറ്റ വി ഓഫ് എ ആണ്. മാസ് ഓഫ് ബി ബൈ മാസ് ഓഫ് എ എന്ന് പറയുന്നത് 5 അല്ലേ, ഇൻറ്റു ഡെൽറ്റ വി ബി ബൈ, ഓ ദിസ് ഈസ് ഈസി, ഇറ്റ് ഈസ് 2 by 5. സോ യുവർ ആൻസർ ഷുഡ് ബി 2. 2 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. 2 is your answer. Ready? See this question. Which of the following set of quantum number is correct? ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? n is equal to 5. Is it correct? n ന് 5 എന്ന വാല്യൂ പോസിബിൾ ആണ്. n ന് 0 പറ്റില്ല. 1 2 3 4 5 ഒക്കെ പറ്റും. n ന്റെ 5 ഓക്കെ. n 5 ആണെങ്കിൽ l 4 ആകാൻ പറ്റുമോ? റെഡി ആണ്. അപ്പോൾ n 5 ആണ്, l 4 ആകാൻ വേണ്ടി പറ്റുമോ? യെസ്, ഫോർ എനി ഗിവൺ വാല്യൂ ഓഫ് n, എല്ലിൻ്റെ വാല്യൂ എന്നിനേക്കാളും ചെറുതായിരിക്കും. 4 ഓക്കെ ആണ്. m 0 ആക്കാൻ വേണ്ടി പറ്റുമോ? യെസ്, 4 നമുക്ക് തന്നാൽ -4 തൊട്ട് +4 വരെ ഏത് വാല്യൂസ് എമ്മിന് പറ്റും. സോ 0 അതിനിടയിൽ വരുന്നു. സ്പിന്ന് പറ്റും. സോ ദാറ്റ് ഷുഡ് ബി യുവർ കറക്റ്റ് വൺ, റൈറ്റ്? രണ്ടാമത്തെ കേസിൽ n 3 ഓക്കെ ആണ്, പക്ഷെ l 3 ആകാൻ പറ്റില്ല. എന്നിനേക്കാളും കുറവായിരിക്കണം. മൂന്നാമത്തെ കേസിൽ n 6 ഈസ് ഫൈൻ, l 0 ഫൈൻ, പക്ഷേ m നമുക്ക് +1 പാടില്ല. l 0 ആണെങ്കിൽ m 0 ആയിരിക്കണം. നാലാമത്തതിൽ n 4 ഓക്കെ ആണ്, l 2 ഓക്കെ ആണ്, പക്ഷെ സ്പിൻ ഒരിക്കലും 0 ആവാൻ കഴിയില്ല. അപ്പോൾ അതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓക്കെ, see this question. The orbital diagram in which Aufbau principle is violated? Aufbau principle violate ചെയ്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസുമായി ബന്ധപ്പെട്ട് Aufbau, Hund's and Pauli's exclusion principles കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഒന്നിലധികം ആൾക്കാരെ വയലേറ്റ് ചെയ്യും. ചിലപ്പോൾ പോലീസ് എക്സ്ക്ലൂഷൻ വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഹൺസ് റൂൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ഓൺലി നീഡ് ടു ചെക്ക് ഇഫ് Aufbau principle is violated or not. ഓക്കെ, Aufbauയെ മാത്രം നോക്കിയാൽ മതി. ആൻഡ് വാട്ട് ഈസ് ദിസ് Aufbau principle സജസ്റ്റിംഗ്? ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ടത് ഇൻക്രീസിങ് എനർജി ലെവലിലാണ് എന്ന് പറഞ്ഞാൽ എനർജി കുറവുള്ളത് ആദ്യം ഫില്ല് ചെയ്തിട്ട് എനർജി കൂടുതലുള്ളതിലേക്ക് പോകാൻ പാടുള്ളൂ. എനർജി കുറവുള്ളത് ഫില്ല് ചെയ്തു 2s2, 2s2, 2s1, 2s2. അപ്പോൾ 2s1 എന്ന് പറഞ്ഞാൽ അത് തെറ്റാ, കാരണം 2sൽ മാക്സിമം 2 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യണമായിരുന്നു. അവിടെയാണ് Aufbau പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തത്. അല്ലാതെ ബാക്കിയുള്ളവരെയൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. Let us see one more question, last question. Which of the following pairs is not correctly matched? ശരിയായിട്ട് മാച്ച് ചെയ്യാത്തത് ഏതാണ്? ഹൺസ് റൂൾ.
In orbital of equivalent energy, electron spins remains unpaired if possible. Equivalent energy or ഒരേ എനർജി ഉള്ള ഓർബിറ്റലുകളിൽ ഇലക്ട്രോണിന്റെ സ്പിന്ന് ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ട് പോസിബിൾ ആണെങ്കിൽ അൺപെയർഡ് ആയിട്ട് നിൽക്കണം. ഇനി മൂന്നിലധികം പോസിബിൾ അല്ലെങ്കിൽ പെയർ ആവും. സോ ദാറ്റ് ഈസ് ട്രൂ. That is Hund's rule. Pairing happens only after partial filling of electrons. Pauli's exclusion principle, no two electrons can have all the 4 quantum numbers identical, which is true. ഏതെങ്കിലും ഒരു quantum number എങ്കിലും change ചെയ്യണം because quantum numbers will act as the address of an electron. Zeeman effect is the effect of magnetic field in the atomic spectra. Zeeman എന്ന് പറയുന്നത് splitting of spectral lines in magnetic field ആണ്. Uncertainty principle ആയിരിക്കും അപ്പോൾ തെറ്റായിട്ട് കൊടുത്തത്. It is impossible to determine position of an electron is wrong. Uncertainty principle പറയുന്നത് it is impossible to determine exact position and velocity simultaneously. അതുകൊണ്ട് ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ നോക്കുക, കോൺസെപ്ച്വൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ചോദ്യങ്ങൾ ഉണ്ടാവാം, പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ട് മാത്സ് നോക്കി ഇതിൻ്റെ കേസിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം. സോ യുവർ മാത്തമെറ്റിക്കൽ അപ്രോച്ച് ഷുഡ് ബി ഗുഡ് and your concept should be clear. എങ്കിൽ നമുക്ക് വളരെ കൂളായിട്ട് ഈ ചാപ്റ്റേഴ്സ് എഴുതാം. So that's about the discussion about structure of atom for your coming GIB. Wish you all the best. Thank you.